എന്തായിരുന്നു? അയ്യോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ പാസ്സായില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത ഞാൻ കുറച്ചും കൂടെ എന്റർടൈൻ ചെയ്തു. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് അഹമ്മദ് വീണ്ടും വിളിച്ചു, കണ്ടോടാ കാണാം. എടുക്കട്ടെ. മലയാളം ശരിക്കും അറിയോ? My Tamil was actually better. നല്ല തെരിയുമാ ഈ സെഗ്മെന്റ് ഇട്ടാ മതി. ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് യുവർ ഓൺ ഫിലിം യു വാണ്ട് ടു ഡബ്. പഠിച്ചു. ഐ വിൽ ക്രൈ when watching കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ട് എന്തിനാ കരഞ്ഞത്? ലൈക്ക് വാവ്, അങ്ങനെ ഫീലിംഗ് വന്നപ്പോ അഹമ്മദും ബാലു പറഞ്ഞു ആ വാവ് വേണ്ട, നീ ഇറങ്ങി താഴെ ഇറങ്ങി. ട്രെയിലറിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, പേടിയില്ലായിരുന്നു? പേടിയില്ല. I'm like I said, I'm very shy. ഹലോ, എവിടെയായിരുന്നു? എത്ര കാലമായി കണ്ടിട്ട്? കൊറേ കാലല്ലേ. പിന്നെ എല്ലാ ദിവസവും ചായ കുടിക്കാൻ വരാറുണ്ട് ഇവിടെ? ഇല്ല, ചിലപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വരും. രാവിലെ 3:30 ക്ലാസ് കഴിഞ്ഞിട്ട് ആ വഴി ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റും ചായ എല്ലാം കുടിച്ചു. ചായ കുടിക്കുന്ന ഒരു ഹോബിയാണോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സേക്ക്? ഹോബി അല്ലേ, പക്ഷേ ടു സ്റ്റാർട്ട് ദി ഡേ ഒരു ചായ വേണം. ചായ മസ്റ്റ് ആണ്. ചായ മസ്റ്റാണ്. അമ്മയുടെ പാൽ ചായ ഇസ് ബെറ്റർ ദൻ. ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അപ്പൊ രാവിലെ എണീറ്റ് പിന്നെ ചായ ഉണ്ടാക്കണ്ടേ, അതിന്റെ ഒരു മടിയായിരിക്കും, സ്വാഭാവികം. എന്റെ ഇപ്പൊ കട്ടൻ ചായ, പാൽ ചായ അമ്മയുടെ മാത്രം, പുറത്തിറങ്ങുമ്പോ കട്ടൻ ചായ. ഇപ്പൊ നമുക്ക് കട്ടൻ ചായ കുടിച്ച് നമ്മുടെ പരിപാടികൾ ഇച്ചിരി അങ്ങ് സംസാരിച്ചാലോ? കുറെ കാലമായില്ലേ കണ്ടിട്ട്? പുതിയ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോവാം. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? ലേറ്റസ്റ്റ് വിശേഷം കേരള ക്രൈം ഫയൽ സീസൺ 2. യെസ്. ഈ സീസൺ 1 കംപ്ലീറ്റ്ലി കണ്ടായിരുന്നോ? കണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടത് ഇതിന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം. അതല്ല, ഷൂട്ട് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ സീസൺ 1 കണ്ടത്. ഞാൻ ആക്ച്വലി അഹമ്മദ് ആദ്യം വന്നപ്പോ ഞാൻ അഹമ്മദിനോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ നോ പ്രോബ്ലം ഡിയർ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, പക്ഷെ ഒരു ഡയറക്ടർ വന്ന് നമുക്ക് ഒരു കഥ പിച്ച് ചെയ്യുമ്പോൾ അതും ഇതിന്റെ ഒരു സീസൺ 2. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് അഹമ്മദ് വീണ്ടും വിളിച്ചു, കണ്ടോടാ കാണാം. കുറച്ച് തിരക്കുണ്ട്. അങ്ങനെയല്ല, ഐ തിങ്ക് ഐ ഹാവ് ജസ്റ്റ് ബിക്കം എ വെരി ലേസി വാച്ചർ. സിനിമ കാണാൻ പൊതുവെ മടിയുള്ള ആളാണ് അല്ലെങ്കിൽ? അങ്ങനെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഐ തിങ്ക് പൊതുവെ നമ്മൾ ഇഫ് യു സീ എവറിബഡി ഈസ് വെരി ഡിസ്ട്രാക്റ്റഡ് ദീസ് ഡേയ്സ്. ഈ ഫോണും റീൽസും ഇങ്ങനെ സമയം പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ I've just noticed, especially last almost 5-6 months, I've just not been watching much. സിനിമ കാണുന്നില്ലേ, പിന്നെ എന്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോണേ? സമയം വെറുതെ ഇരിക്കാനാണോ? അല്ല, ഡിസ്ട്രാക്ഷൻ. ഫോണ് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. അല്ലാത്ത സമയം I try and reading habit. I still manage to read every day. Oh, nice. But it's still very less. Okay. It's a struggle because you feel like you should be more productive. അത് വെച്ചാണ് ഞാൻ ബുക്കെല്ലാം വായിക്കുന്നത്. പക്ഷെ ദാറ്റ്സ് നാച്ചുറലി നമ്മൾ ബുക്ക് വായിക്കില്ല, അങ്ങനെ ഇല്ല. ഇപ്പോൾ സിനിമയും സീരീസും അങ്ങനെയാണ്. ഞാൻ വാച്ച് 1 എപ്പിസോഡ്, പിന്നെ 2 ദിവസം കഴിഞ്ഞ് മറ്റേ എപ്പിസോഡ്, അങ്ങനെയാണ്. നോട്ട് ഗുഡ്. പക്ഷെ നമുക്ക് റെഡി ആക്കി എടുക്കാമല്ലോ, സമയമുണ്ടല്ലോ. എന്തായാലും ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മള് കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 1 കണ്ടല്ലോ. 1 കണ്ടപ്പോ എന്ത് തോന്നി ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം? I really like it. Because അന്ന് റിലീസ് ആയപ്പോൾ obviously there was a conversation, ഒരു ബസ് ഉണ്ടായിരുന്നു. I understood what that buzz was. Very neatly made, very tight series. So പക്ഷേ സീസൺ 2 വന്ന് അങ്ങനത്തെ സോണിലല്ല, അതിൻ്റെ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. But let's see, it's a good show. Yes. ഇപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് how do you feel? ആദ്യമായിട്ടാണ് ഒരു പോലീസ് യൂണിഫോമിൽ വരുന്നത്, അതും ഒരു ഉള്ളൊഴുക്കിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. ക്രൈം ഫയൽ അത്രയും ഡിസ്കഷൻ വന്ന ഒരു ബസ് ഉണ്ടാക്കിയ ഒരു സീരീസ് ആണ്. എന്ത് തോന്നുന്നു ആഫ്റ്റർ ബീങ് എ കോപ്പ്? Playing a cop for any actor is one ഒരു ടിക്ക് മാർക്ക് അല്ലേ? അതെ. സോ അങ്ങനത്തെ ഒരു റോള്. പിന്നെ ലൈക്ക് ദിസ് ഈസ് മലയാളം സിനിമാസ് ഫേവറേറ്റ് ജോണർ. കുറെ കോപ്സിന്റെ പണ്ട് മുതലുണ്ട്. സോ പ്ലേയിങ് എ കോപ്പ് ഇസ് you feel like finally you get a cop role. But for me mostly finally എനിക്കൊരു
2-3 അടുപ്പിച്ച് ഒരു നെഗറ്റീവ് ഗ്രേ ഷെയ്ഡ്സുള്ള ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുമ്പോൾ ഒരു സഡൻലി ഒരു പോസിറ്റീവ് വെരി സിമ്പിൾ ക്യാരക്ടറാണ്. സോ അതിൻ്റെ ഒരു ഇതുണ്ട്. ബിക്കോസ് ഓൾ ദിസ് ഫിലിംസ് ഐവ് ഡൺ ആർ വെരി സീരിയസ്. ക്രൈം ഫയൽസ് ഇസ് സീരിയസ് ആണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് സീരിയസ് ഗ്രിം അങ്ങനത്തെ കഥയല്ല. ഇറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പക്ഷേ നോട്ട് എ ഫാസ്റ്റ് പേസ് ത്രില്ലർ. സോ ഈ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലത്തൊക്കെ പോലീസ് ആവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ പാഷൻ ഒക്കെ ഉണ്ടായിരുന്നു? പോലീസും പിന്നെ എന്താ ഫയർമാനും ബസ് കണ്ടക്ടറും. ഈ ലിസ്റ്റില് അതിലെപ്പോഴാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി വന്നു പോയത്? അത് സൊസൈറ്റി പ്രഷർ, പേരൻസിന്റെ പ്രഷർ. ബിക്കോസ് സ്കൂളായിട്ട് എന്താ ചെയ്യുക, ഇതർ മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ്. സിനിമയിലും പിന്നെ എല്ലാ ഫീൽഡിലും മോസ്റ്റ്ലി എസ്പെഷ്യലി ആർട്സ് ഫീൽഡ് മോസ്റ്റ് ഓഫ് എവറിബഡി ഹസ് ഡൺ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞിട്ടാണ് ഇതില് എഞ്ചിനീയറിംഗിന്റെ ആദ്യം ഒരു ജോബ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ടാണ് ഇവിടെ വരുന്നത്. അതെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. അതാണ് ഒരു സ്ഥിരമായിട്ട്. പിന്നെ എഞ്ചിനീയേഴ്സിന് എല്ലാം ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ആക്ടിങ് മുതൽ എഞ്ചിനീയറിംഗിന്റെ എല്ലാ സെക്ഷൻസും, സിവിൽ ആയാലും മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും പിന്നെ ബാക്കി ചെയ്യുന്നത് നമുക്ക് മെഡിസിൻ വെച്ച് ബാക്കി എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ ചെയ്തു? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ പാസ്സായില്ല. ഞാനും പാസ്സായില്ല. എന്നിട്ട് വേറെ കംപ്ലീറ്റ് ചെയ്തോ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ പാസ്സായില്ല. Then I went and did BSc Statistics. ഞാൻ BA ലിറ്ററേച്ചർ. അതും വേറെ മീൻസ് BSc Statistics എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഒരു മാത്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കുറച്ചും കൂടി സീരിയസ് ആണ്. പക്ഷെ ഐ വിഷ് സംടൈംസ് ഐ ഫീൽ ഈ ബേസിക്കലി നാടകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് ഐ കുഡ് ഹാവ് ഡൺ ലിറ്ററേച്ചർ സംതിങ് ലൈക്ക് ദാറ്റ്. കുറച്ച് കട്ടി ഡയലോഗുകളൊക്കെ പറയാം. അല്ല അങ്ങനെയല്ല, യൂട്യൂബ് റൂട്ട് അങ്ങനെയല്ല. യു ഫീൽ യു കുഡ് ഹാവ്, ഐ ഫീൽ ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് എ ലോട്ട് മോർ. ഈ സ്റ്റഡിയുടെ കാര്യം പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ മാത്സ് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ഐ ലൈക്ക് നമ്പേഴ്സ്. പക്ഷേ ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി അതിന് അത്രയും ലഭമൊന്നുമില്ല. നമ്മൾ ഈ എഞ്ചിനീയറിംഗിൽ മറ്റെന്താ ഡെറിവേഷൻ, ഇന്റഗ്രേഷൻ, എന്ന് മുതൽ എക്സും വൈ നമ്മുടെ കൂടി തുടങ്ങിയോ അന്ന് മുതൽ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ, മൾട്ടിപ്ലിക്കേഷൻ പിന്നെ ഒക്കെ ഡിവിഷൻ പറ്റില്ല. ജനറലി ഐ ലൈക്ക് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് കാണുമ്പോഴും ഐ ലൈക്ക് ടു സീ നമ്പേഴ്സ്. കാൽക്കുലേറ്ററിൽ കണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യോ? ചിലപ്പോ, ബട്ട് സംടൈംസ് ഐ മൈറ്റ് നോട്ട് നീഡ് എ കാൽക്കുലേറ്റർ ഓൾസോ. ഓ, അത്രയ്ക്ക് ജീനിയസ് ആണ്. ഇവിടെ ടെസ്റ്റ് ചെയ്യണ്ട. അല്ലെങ്കിലും നമ്മൾ ഈ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാലും വലിയ ഐറ്റം വന്നു എടുക്കട്ടെ. ഈ ഫുഡിന്റെ കാര്യത്തിൽ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും എന്നാണ് പൊതുവെ വലിയ ആൾക്കാർക്ക് പറയുന്നത്. ശരിയാണ്. ഐ ഫീൽ ഇറ്റ് ഇസ് ട്രൂ. അതെനിക്ക് ഞാൻ കുറെ ആൾക്കാർ നോട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഡയറ്റ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഐ ഫീൽ ഐ തിങ്ക് ഇറ്റ്സ് സോ മച്ച് ഓഫ് മെന്റൽ ഗെയിം. മൊത്തത്തിലൊരു ഡിസിപ്ലിൻ വരും. ഐസ് വാട്ട് ഐ ഫീൽ. ഒരു ഹാഫ് തമിഴിയൻ ഹാഫ് മലയാളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പൂനെ പോയി സെറ്റിലായി. കുറച്ച് ഡിഫറെന്റ് ലാംഗ്വേജ് സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് മലയാളത്തിലേക്ക് പടയിലൂടെയാണ് എൻട്രി വരുന്നത്. ഫുഡ് വന്ന ഫുഡിലേക്ക് കോൺസെൻട്രേഷൻ. ഈ എത്ര ലാംഗ്വേജസ് അറിയാമോ അപ്പോ? മലയാളം, തമിഴ്. മലയാളം ശരിക്കും അറിയാം. My Tamil was actually better. തമിഴ് ரொம்ப நல்லா தெரியுமா? தெரிஞ்சது. But now I think മലയാളം കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയി. ബിക്കോസ് തമിഴിൽ അത്രയും ഞാൻ ഇവിടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് മൈ തമിഴ് ഹാസ് മോർ മലയാളം ഇൻഫ്ലുവൻസ്. അങ്ങനെ പോയി. പിന്നെ മറാഠി അറിയാം, ഹിന്ദി അറിയാം. ഐ കൻ സർവൈവ് ഇൻ ഓൾ ദീസ്. ഹിന്ദി പ്രോപ്പർ ആയിട്ട് അറിയാം, മറാഠി ഐ കൻ സർവൈവ്. ഇംഗ്ലീഷ് പിന്നെ വേറെ ലാംഗ്വേജസ് എന്തെങ്കിലും പഠിക്കാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. മലയാളം പഠിച്ചു, ആ ട്രൈ ഔട്ട് ചെയ്തല്ലേ? അത് ഓക്യുപേഷണൽ ഹാസർഡ്. എങ്ങനെയുണ്ട് മലയാളം പഠിക്കാൻ? എളുപ്പമാണോ പാടാണോ? വീട്ടിൽ പാടാണ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഡിയർ ഫ്രണ്ട് കഴിഞ്ഞിട്ടാണ് ഐ തോട്ട് പടാവ് വാസ് എ വൺ ഓഫ് ഒരു ചാൻസ് കിട്ടി. പിന്നെ ഡിയർ ഫ്രണ്ട് ആയപ്പോൾ then I understood that ഇവിടെ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു മലയാളി ഫേസ് ആണ്. അങ്ങനെയല്ല. സോ then I obviously പിന്നെ
I feel as an actor, if you can't read the script, നമുക്ക് ചിലപ്പോൾ ആ വാക്കിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടൂല. That's how I started learning how to read and write. I can't write and all, പക്ഷേ I can read now. Learning a language when you're a kid is much easier. അതെ. So later on in life, everything becomes difficult, especially mentally. It's a exercise. വീട്ടിൽ എന്താ സംസാരിക്കപ്പോ? Actually, was a mix of Malayalam and Tamil. ആ ഡിയർ ഫ്രണ്ട് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എഴുതാനും വായിക്കാനും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. എഴുതാൻ കുറച്ച് പാടാ. ആ പോട്ടെ, കുഴപ്പമില്ല, ബട്ട് വായിക്കാൻ പറ്റും. വായിക്കാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് ആയാലോ? ഇല്ല, ടെസ്റ്റ് ഒന്നുമില്ല, അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഞാൻ കുറച്ച് മലയാളം വാക്കുകൾ പറയാം, അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എന്നോട് തിരിച്ചു പറയണം. എളുപ്പമാണ്. പൊരുത്തപ്പെടുക. പൊരുത്തപ്പെടുക ഇംഗ്ലീഷ്. ചില വാക്കുകൾ ഐ മേക്ക് സെൻസ് ഓഫ് ഇറ്റ് ഇൻ എ ഫുൾ സെന്റൻസ്. ഞാൻ സെന്റൻസ് പറയാം. അർജുൻ ഈ ഇന്റർവ്യൂ ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്റെ ട്രയലാവും. പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ്. പശ്ചാത്തലം. ബാക്ക്ഗ്രൗണ്ട്. ഓ നൈസ്. ക്രമീകരണം. അയ്യോ മറന്നുപോയി. ഈ കോൺവെർസേഷന്റെ ക്രമീകരണം എല്ലാം ചെയ്ത ഞാനാണ്. യെസ്, പെർഫെക്റ്റ്. അഭിഭാഷകൻ. പട. ലോയർ. അഡ്വക്കേറ്റ്. ഓക്കെ. അല്ല, ലോയറും അഡ്വക്കേറ്റും സെയിം. പൊരുത്തപ്പെടുക. അയ്യോ മറന്നുപോയി. ഈ കോൺവെർസേഷനായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. Get used to. Kind of. ഡാർവിന്റെ യെസ്, ഡാർവിനൊക്കെ അറിയാലേ. ഈ സെഗ്മെന്റ് ഇട്ടാ മതി. ഇതിന്റെ ലാസ്റ്റത്തെ നമ്മള് പ്രത്യുത്പാദനം. തീം. ഓ, റീപ്രൊഡക്ഷൻ. യെസ്, നൈസ്. അപ്പൊ കുറച്ച് മലയാളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അർജുന്റെ ഒരു ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലേക്കുള്ള എൻട്രി പട ത്രൂ ആണ്. ആൻഡ് മലയാളത്തിൽ ഒരു ബേസ് ഇല്ലാത്ത, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഡയറക്ട്ലി വന്നിട്ട് നമ്മളെ ഞെട്ടിച്ചിട്ട് പോയത്. സോ ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? കാരണം ഈസിലി ആക്സസിബിൾ അല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. സോ ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? സിനിമ ഇൻഡസ്ട്രി എനിവേർ ഈസ് ഡിഫിക്കൾട്ട് ടു ബ്രേക്ക് ഇൻ ടു. അത് മലയാളം ആയാലും തമിഴായാലും ഹിന്ദി ആയാലും ഇറ്റ്സ് ഓൾവേസ് ഡിഫിക്കൾട്ട് ടു ബ്രേക്ക് ഇൻ ടു ദ എനി സോർട്ട് ഓഫ് ഫിലിം ഇൻഡസ്ട്രി. പക്ഷെ ഞാൻ നോട്ട് ചെയ്തത് മലയാളം ഇൻഡസ്ട്രി കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്. നമ്മൾ ഈ സെറ്റിലെല്ലാം വന്ന് നമുക്കൊരു ഡയറക്ടർ മീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് കമ്പയർഡ് ടു ഞാനൊരു 7-8 വർഷം ബോംബെയിലായിരുന്നു. സോ ഐ എം മേക്കിംഗ് കമ്പാരിസൺ ടു ദാറ്റ്. അങ്ങനത്തെ ആക്സസ് വന്ന് മലയാളത്തിലുണ്ട്. ലൈക്ക് ഐ സ്റ്റിൽ ഫീൽ ഇവൻ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആയാലും ഒരു നല്ല കഥ ഉണ്ടെങ്കിൽ there is a way that you can reach them. കുറച്ചുകൂടെ ഹോംലിയാണ് മലയാള സിനിമ. ഹോംലി എന്നല്ല, ഐ മീൻ ഇവിടെ ഹയറാർക്കീസ് കുറവാണ്. ഈ നമ്മൾ ഈ യൂസ് ദ വേർഡ് ഗേറ്റ് കീപ്പേഴ്സ്, അത് കുറവാണ് ഇവിടെ. സോ ഐ ജസ്റ്റ് ഫീൽ ഇറ്റ്സ് മോർ ആക്സസിബിൾ. പക്ഷേ ഗെറ്റിംഗ് ഇൻ ടു ദി ഇൻഡസ്ട്രി ഇസ് നോട്ട് ഈസി എനിവേർ ഇൻ സിനിമ. ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ഈസി. ജസ്റ്റ് ദാറ്റ് മലയാളം ഇൻഡസ്ട്രി ലിറ്റിൽ മോർ ആക്സസിബിൾ, കുറച്ചും കൂടി ഓപ്പൺ ആണ്. ഇസ് വാട്ട് ഐ ഹാവ്. പുതിയ ടാലന്റ്സിനെ റിസീവ് ചെയ്യാനായിട്ടൊരു മടിയില്ലാത്ത ഇൻഡസ്ട്രിയാണ് അത്. ഡെഫിനറ്റ്ലി. അതിൽ തുടങ്ങുകയാണ്. കാരണം ഈ പടയിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നത് അത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള മലയാളത്തിൽ റൂട്ടഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയാണ്. ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ, ജോജു ജോർജ്, വിനായകൻ, നേരത്തെ പറഞ്ഞ പോലെ TG രവി, സലീം കുമാർ. ആ ഒരു കാസ്റ്റിന്റെ കൂടെ യു ആർ ദ പേഴ്സൺ ന്യൂ ഹെയർ ഹു ഡസന്റ് നോ മലയാളം. ഡയലോഗ്സ് കാണാൻ പാടാൻ പഠിക്കണം. ആ ഒരു ചലഞ്ച് എങ്ങനെയായിരുന്നു? ചലഞ്ച് വാസ്, യു നോ ദ തിങ് ഇസ്, ഞാനിപ്പോൾ നോക്കുമ്പോൾ പടം ചെയ്യുമ്പോൾ യു ഡോണ്ട് ഹാവ് സോ മച്ച് എന്താ എക്സ്പെക്ട് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. ബിക്കോസ് യു നോ ദാറ്റ് യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്. പിന്നെ പടയാണെങ്കിൽ ഇറ്റ് വാസ് ഫുള്ളി സിങ് സൗണ്ട്. കമലേട്ടൻ എല്ലാ ദിവസവും വരുമ്പോൾ എന്തെങ്കിലും ഡയലോഗിൽ മാറ്റം ഉണ്ടാവും. One day he gave me one big monologue. I had to sit there and study it. So my focus was fully on that. ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? അതായത് അർജുന്റെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും കൊടുക്കാൻ? ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാനാണ്? അതല്ലേ ഈ ഇതിന് ഇംഗ്ലീഷ് ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു? ഇല്ല, അത് ചോദിച്ചില്ല. ബിക്കോസ് 98-ന്റെ കാലത്ത് ഒരു പടമാണ്. സോ ഇറ്റ് വാസ് ഓൾസോ ലിറ്റിൽ മോർ ഓൾഡർ മലയാളം. പിന്നെ നമ്മൾ, സോ മൈ ഫോക്കസ് വാസ് ഫുള്ളി ഓൺ ദാറ്റ്. സോ പേടി എന്ന് പറഞ്ഞാൽ
there was no time to think about anything else. ഓക്കെ. So our pressure was fully on doing this job, right? പിന്നെ വേറൊരു കാര്യം, like you said, there are so many of these senior actors, ഇങ്ങനെ ഒരു opportunity വരുമ്പോൾ you don't want to waste anybody's time. നൈസ്. അത് ഒന്നുണ്ട്. നമ്മൾ നെർവസ് ആയിട്ട് അവിടെ ഇരുന്നാൽ പിന്നെ then you will just waste time and money and everybody's motivation level. So അതിൻ്റെ ഒരു basically it was so difficult that I didn't have time to think about anything. പക്ഷെ അത് it was not difficult because like I said, initially I'm very shy. പുതിയതായിട്ട് സിനിമയിൽ വരുമ്പോൾ പിന്നെ ഇവരോട് എങ്ങനെ ചെയ്യണം. ഭയങ്കര ഷൈ ആണോ? Meet the people first, yes. പക്ഷെ otherwise I'm not. ഈ എങ്ങനെ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ ആംബിവേർട്ട് ആണോ? Extrovert ആണ്. Extrovert ആണ്, പക്ഷെ just initial ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അതെ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇത് ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ? ഇതൊക്കെയാണ് അല്ല, ബട്ട് യു ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് വെരി സീനിയർ പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി. ചാടി പോയി അവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ചെയ്യാൻ. അവിടുന്ന് പിന്നെ നേരെ വന്നത് ഡിയർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണൂർ സ്ക്വാഡ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരുന്നു. ആൻഡ് ഉള്ളൊഴുക്കിലേക്ക് വരുമ്പോഴും വേറൊരു ഡിഫറൻസ്. ഐ ഡിഡ് ബിഫോർ കണ്ടു. ഇങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് ജോണേഴ്സ് സെലക്ട് ചെയ്യാൻ അങ്ങനെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് പോകാറുണ്ടോ? അബ്സല്യൂട്ട്ലി. ഇത് എല്ലാവരും ഇതാണ് ചോദിക്കുന്നത്. പക്ഷേ ദീസ് വർ ഫിലിംസ് ദാറ്റ് കെയിം ടു മീ. ഞാൻ ഓഡിഷൻ കൊടുത്തു. ഓഡിഷൻ ഉണ്ടായിരുന്നു എല്ലാത്തിലും? ഉള്ളൊഴുക്കിനുണ്ടായിരുന്നു. ഓ. ഡിയർ ഫ്രണ്ട് ഒരു ചെറിയ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. ഡിയർ ഫ്രണ്ട് വാസ് ബേസിക്കലി ബിക്കോസ് സമീർ തായർ വാസ് ദ സിനിമാറ്റോഗ്രാഫർ ഫോർ പട. പിന്നെ പുള്ളിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പുള്ളി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, ഡയറക്ടർ ജസ്റ്റ് വാണ്ട്സ് ടു സീ എ സ്മോൾ തിങ്, ജസ്റ്റ് ഡു വൺ സ്മോൾ ഓഡിഷൻ. അത്രയായിരുന്നു. ബട്ട് ഉള്ളൊഴുക്കുണ്ടായിരുന്നു. ഉള്ളൊഴുക്ക് ഞാൻ ക്രിസ്റ്റോയോട് ഓൾമോസ്റ്റ് ഒരു വൺ വീക്ക് 7-8 days ഞാൻ ഓഡിഷൻ കൊടുത്തത്. പടയും ഐ സ്പെൻഡ് അറൗണ്ട് 4 days ഓഡിഷൻ. ഈ ഉള്ളൊഴുക്കില് അർജുന് ഡബ് ചെയ്ത റോഷനാണ്. നാഷണൽ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദാറ്റ്. അതെങ്ങനെയായിരുന്നു? റോഷനെ വിളിച്ചിരുന്നു, എന്തൊക്കെയായിരുന്നു ആ ഒരു കോൺവെർസേഷൻ? അല്ല, ആക്ച്വലി ഞാൻ ഉള്ളൊഴുക്ക് ചെയ്തത് ആക്ച്വലി 2022-ലായിരുന്നു. 2022 സംവെയർ അറൗണ്ട് ദാറ്റ്. പിന്നെ ഡയറക്ടർ ടുക്ക് എ കോൾ ടു ഡബ് ഇറ്റ്. ബട്ട് അത് ആരായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഫൈനലി റോഷൻ only messaged me saying ഡബിംഗ് ഫോർ യു എന്നൊക്കെ പറഞ്ഞു. അതായിട്ട് അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? Award I congratulated him. But as an actor you feel I wouldn't have loved to dub it myself. അതിൽ മറ്റേ പടത്തിലെല്ലാം ചെയ്തത്. But it's a director's call. So അതിന് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് യുവർ ഓൺ ഫിലിം യു വാണ്ട് ടു ഡബ്. ബട്ട് ഇറ്റ്സ് ഓക്കേ. നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ഭയങ്കര മടിയാണ്, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കൂടുതലാണ്, മെയിൻലി ഫോണാണെന്ന് പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണോ? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ യു മീൻ പോസ്റ്റിംഗ് ഉണ്ടല്ലോ, അത്രയും ഇല്ല. റീല് കാണാനും റീല് കാണോ? ഐ ഫീൽ സിനിമാസ് ബിഗസ്റ്റ് എന്താ കോമ്പറ്റീഷൻ ഇസ് റീൽസ്. ഓക്കെ. റീൽസിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് ആൾക്കാരെ കിട്ടുന്നതല്ലേ? അതുണ്ട്. അല്ലെ, അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാനും പിന്നെ ഈ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം മാറുന്നുണ്ട് ബിക്കോസ് ഓഫ് റീൽസ്. വി ആർ സോ ഒബ്സെസ്ഡ് വിത്ത് റീൽസ്. എത്ര വർഷം ജോലി ചെയ്തു? 2 വർഷം. 2 വർഷം. ഒരു നാടകം കിട്ടിയപ്പോൾ തന്നെ ലെഫ്റ്റ്. സഡൻലി പേരൻസിനും ഒരു സർപ്രൈസ് ആയിരുന്നു. I told them I'll quit my job. Okay. January ആവുമ്പോൾ ഞാൻ quit ചെയ്യും. So then I quit. They were very upset. അല്ല, upset ആ. ജോലി പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ആ സമയത്ത് ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. യു ആർ ഹാവിംഗ് എ സേവിംഗ് ഓഫ് 12,000 rupees. 12,000 ആയിരുന്നു, 7,000 I don't remember. അത് വെച്ചിട്ട് യു തോട്ട് യു വിൽ ഗോ ഫോർ 3-4 months in Bombay. അന്ത കാലത്ത് ബോംബെയില്. അത് innocent and naive. പിന്നെ അവിടെ നിന്നാണ് കുറെ നല്ല ഫ്രണ്ട്സിന്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗ യു വാല്യൂ ഫ്രണ്ട്ഷിപ്പ്? I value it a lot. Maybe it's also because ഞാൻ കുറെ ലൈക്ക് പൂനെയിൽ വളർന്നത്, പിന്നെ ബോംബെയിലുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. സോ ഐ ഓൾവേസ് ബീൻ വെറെവർ ഐ ബീൻ ട്രാവലിംഗ്. ഇപ്പോൾ നാടകം ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഐ മാനേജ് ടു മേക്ക് ഫ്രണ്ട്സ് എവരിവെയർ. സോ അതുണ്ട്. അതിൻ്റെ ഒരു മേ ബി ഇറ്റ്സ് എ സിംഗിൾ ചൈൽഡ് തിങ് വെരി ഗോ ആൻഡ് ഫൈൻഡ് ഫ്രണ്ട്സ്. അതായിരിക്കും. അതെനിക്ക് ഫീൽ ചെയ്യും. സോ നമ്മുടെ ഐറ്റം വന്നു. ഇത് നല്ല മൂന്നാമത്തെ കോഫിയിലെ ഇതാണോ ഡിസിപ്ലിൻ ഒക്കെ? This is my first coffee. എല്ലാ ദിവസവും ചീറ്റ് ഡേ ആണ്. കോഫി, പിന്നെ ഇതെന്തായിരുന്നു? കേസരി, പിന്നെ മലായി.
അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും. ആൻഡ് കമ്മിങ് ബാക്ക് ടു യുവർ സിനിമ ലൈഫ്, പടേന്ന് തുടങ്ങി ഇപ്പൊ അതേ നമ്മുടെ കേരള ക്രൈം ഫയൽ വരെ എത്തി നിൽക്കുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ്. ഒരു നോൺ മലയാളി, ഐ മീൻ ഹാഫ് മലയാളി, മലയാളത്തിൽ വേറെ റൂട്ട്സ് ഒന്നും ഇല്ലാതെ മലയാള സിനിമയ്ക്ക് വരുന്നു. ആൻഡ് കോസ്റ്റാർസിനെ നോക്കുന്ന സമയത്ത് മലയാളത്തിൽ തന്നെ ദ ബെസ്റ്റ് ആർട്ടിസ്റ്റുകളാണ് കോസ്റ്റാറായി വന്നിട്ടുള്ളത്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ, കുഞ്ചാക്ക ബോബൻ, ഉർവശി, പാർവതി, മമ്മൂക്ക, ഒരു സെറ്റ് ഓഫ് ബെസ്റ്റ് ആക്ടേഴ്സ് ആണ് മലയാളത്തിൽ നിന്ന് അർജുന്റെ കോസ്റ്റാർസ് ആയി വന്നിട്ടുള്ളത്. ആൻഡ് ഹൗ ഡു യു സീ ദാറ്റ്? I definitely feel very lucky because you feel good to be part of such projects. യെസ് എന്നുള്ള അല്ല അങ്ങനെ അത് എനിക്കില്ല. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഈ കുറെ കാലം ബോംബെയിലിരുന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ദാറ്റ് യെസ് ഫാക്ടർ വെന്റ് അവേ. ബിക്കോസ് ഇൻ ദ സെൻസ് ദാറ്റ് കുറെ എവറി ആക്ടർ ഈസ് സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് വർക്ക്. സോ ദെൻ maybe if I, like I've said this before also, maybe I would have felt a lot more, but I understand the insecurities of insecurity the ups and downs of film industry. So just look at it as you get a project, be happy and do it, and achievement ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് കുറച്ച് സിനിമകൾ എക്സ്പ്ലോർ ചെയ്യാം, വിച്ച് റിയലി ടച്ച്ഡ് യു, മെയ്ഡ് യുവർ ഡേ, അങ്ങനെയൊക്കെയുള്ള ഒരു സീരീസിലേക്ക്. ഓക്കെ, വിച്ച് ഇസ് ദാറ്റ് മൂവി ദാറ്റ് മെയ്ഡ് യു റിലാക്സ്? കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര റിലാക്സേഷൻ തോന്നിയ സിനിമ. ഐ തിങ്ക് സിനിമ റിലാക്സ് ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംഫർട്ട് വാച്ച് ഇല്ലേ, വി കീപ് റിപ്പീറ്റ് വാച്ചിങ് എ ഫിലിം. അങ്ങ് റീസെന്റ് ഐ ഫീൽ പീക്കു കുറെ കാലമായിട്ട് ഐ വാച്ച് ദാറ്റ് ഫിലിം എവറി ഫ്യൂ. കോസ്റ്റാറും ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഐ ഫീൽ ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ഡോട്ടർ വാസ് വെരി സിമിലർ ടു മീ ആൻഡ് മൈ ഫാദർ. യെസ്, അതിന്റെ ഒരു ഇതുണ്ട്. But I think that's a very comforting film. Yes. ഇനി അടുത്തത്, which is that movie that made you realize? എന്തെങ്കിലും ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് റിയലൈസേഷൻ കൊണ്ടുവന്നൊരു സിനിമ. പണ്ട് when I was a kid, I remember watching Kiridam. And I remember watching Amitabh Bachchan's Agnipath. Okay. I remember those two films had a lot of connections. You suddenly felt like this is like cinema is cool. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. I think our realization for love of being an actor maybe can be from there. Which is that movie that made you cry? Oh, so many films. Piku ano I cry. I'll cry even watching Kumbalagi Nights. Kumbalagi Nights എന്നിട്ട് എന്തിനാ കരഞ്ഞത്? Saubin's character was അതുണ്ടായിരുന്നു. Any film I can cry very easily. പെട്ടെന്ന് ഇമോഷണൽ ആണ്. Oh yes. ആകാശദൂത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് കാണണ്ട. So I can cry easily in any films. അടുത്ത ചോദിക്കട്ടെ, which is a film that made you laugh non-stop? Last night I saw Chota Mumbai. കണ്ടോ? തിയേറ്ററിൽ പോയി കണ്ടോ? എവിടെ? കവിതയില വനിതയില്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? It was a great experience. ഞാൻ see like I have not seen this movie in theater before. അന്ന് മണിച്ചിത്രത്താഴ് റിലീസ് ആയപ്പോൾ I have not seen these movies in theater. മണിച്ചിത്രത്താഴ് പോയി കണ്ടോ റിലീസ് ചെയ്തപ്പോ? തിയേറ്ററിൽ ഇതൊന്നും ദളപതി റിലീസ് ആയപ്പോൾ ഞാൻ അത് പോയി കണ്ടു. None of these films I watched in theaters. Okay. Suddenly you feel like ഇതെല്ലാം മിസ്സായല്ലോ. അങ്ങനത്തെ ഒരു ആക്ച്വലി റീ റിലീസ് ഒക്കെ ശരിക്കും യൂസ്ഫുൾ ആണോ? I think it's great. നമ്മൾ ക്രൗഡ്സ് കണ്ടില്ലേ, എവരിബഡി വാസ് ഗോയിങ് ആൻഡ് വാച്ചിങ് ഇറ്റ്. Okay. പിന്നെ റീ റിലീസ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ എന്താ റീമാസ്റ്ററിംഗ് ക്വാളിറ്റീസ് ഓൾസോ ഒരു പുതിയ ഓഡിയൻസ്, now one new set of audience may come and watch it. ഇനി അങ്ങനെ റീ റിലീസ് ചെയ്ത് കാണുന്ന ആഗ്രഹമുള്ള ഒരു സിനിമ ഏതാണ്? രാജമാണിക്യം. Because again that's not something I've seen in theater. ടിവിയിൽ കണ്ടിട്ടുണ്ട്. കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 1 ഭയങ്കര ഹിറ്റ് ആയിരുന്നു, ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. കാരണം ഷിജു പാറയിൽ വീട് നീണ്ട കര എല്ലാ മലയാളികളും കുറെ കാലം തെരഞ്ഞു നടന്ന ഒരു അഡ്രസ് പോലെയാണ്. ഇപ്പോ യു ഹാവ് ടു ഫൈൻഡ് അമ്പിളി. യെസ്. എങ്ങനെയായിരുന്നു ഈ നമ്മുടെ കേരള ക്രൈം ഫയലിലേക്കുള്ള ഒരു എൻട്രി? ഈ കേരള ക്രൈം ഫയലിന് കിട്ടണല്ലേ കോൾഡ് കേസ് കിട്ടണേ? ആക്ച്വലി അഹമ്മദ് എന്നെ കണ്ണൂർസോട് കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു, ജസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഒരു 4-5 months കഴിഞ്ഞിട്ട് then we were on touch on Instagram. അതാണ് ബെസ്റ്റ് പാർട്ട്. അത് കട്ട് ചെയ്യണേ. അല്ല, അപ്പൊ അഹമ്മദ് ഒരു ദിവസം ഇങ്ങനെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കഥ പിച്ച് ചെയ്യാനുണ്ട്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. ഞാൻ കേരള ക്രൈം ലൈക്ക് അഹമ്മദേ
ഞാൻ സീസൺ 1 കണ്ടിട്ടില്ല, സോറി. അത് കുഴപ്പമില്ല, അതൊക്കെ അത് കുഴപ്പമില്ല. ഹി വാസ് വെരി നോർമൽ അബൌട്ട്. അപ്പോൾ അങ്ങനെ പിച്ച് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടമായി. ക്യാരക്ടർ ഇതാന്ന് പറഞ്ഞു. ക്യാരക്ടർ അതാന്ന് പറഞ്ഞു. ബാഹുൽ, അപ്പൊ ബാഹുൽ ആരാന്ന് അറിയില്ല. അറിഞ്ഞൂടാ. പക്ഷേ കണ്ടില്ല. അല്ല, ഇത് റിലീസ് കിഷ്കിന്ദ ഇത് ഉണ്ടല്ലേ റിലീസ്. ഓക്കെ ഓക്കെ, അതിനൊക്കെ മുന്നാണ്. അതെ, ശരി. പക്ഷെ വെൻ യു റെഡ് ദ സ്ക്രിപ്റ്റ് യു ഫെൽറ്റ് ലൈക്ക് ഓ ദിസ് ഈസ് സംതിങ് എൽസ്, ബിക്കോസ് ഇതിൽ ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ടു ദ പോയിന്റ് വെയർ യു ഫീൽ ലൈക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇൻ സെർച്ച് ഓഫ് CP Omblik. അത് ആ ജേർണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ഡിസ്കവർ മെനി അതർ തിങ്സ്, ഒരു കുറേ സബ് പ്ലോട്ട്സ്. ഇപ്പോൾ സീസൺ 1 ഇസ് ലൈക്ക് നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ പേസിംഗ് ഇല്ലേ, ഇതിന് ആ പേസിംഗ് ഇല്ല. ഇറ്റ്സ് മോർ ഓഫ് എ സ്ലോ ബേൺ, ഒരു സ്ലോ ബേൺ പരിപാടിയാണ്. ലൈക്ക് ഈ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് തന്നെ ഇങ്ങനെ ഒരു ഇറ്റ്സ് നോട്ട് ഫാസ്റ്റ് പേസ്ഡ്, ഇറ്റ്സ് നോട്ട് ഐ ആം സെയിങ്. നമ്മള് ആ ക്രൈം അല്ലെങ്കിൽ ആ ഒരു കേസ് അന്വേഷിച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ പല പല കാര്യങ്ങൾ കിട്ടൂലേ. അതെ, അതുപോലെ കിട്ടി. ദേവിന്റെ ഉള്ളിൽ മാംഗോ ഉണ്ട്, പീസസ് ഓഫ് മാംഗോ. സീരിയസ്ലി എനിക്ക് വേണ്ട. ഇവർ രണ്ടുപേരും ഒരു നോട്ട് തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് സിനിമയിലും പോലീസ് ഓഫീസർ എന്ന ഒരു സർട്ടൻ ആറ്റിറ്റ്യൂഡും, പിന്നെ ഇത് സീരീസ് ആണ്, സിനിമ അല്ല. സോ ദർ ഇസ് നോ സ്ലോ മോഷൻ ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. കുറച്ചും കൂടെ നാച്ചുറൽ ആണ്. പിന്നെ സോ ദേ മെയ്ഡ് ഷുവർ ദാറ്റ് വി ഓൾ പ്ലേഡ് ഇറ്റ് വെരി നോർമലി. നമ്മുടെ ഈ സീരീസിൽ പോസ്റ്ററിൽ മാത്രമേ എനിക്ക് ക്യാപ്പ് ഉണ്ട്, പക്ഷെ സീരീസിൽ അങ്ങനെ നൺ ഓഫ് അസ് ആർ വെയറിംഗ് ക്യാപ്പ്. സാറ് വിളി അത്രയും ഇല്ല. സിംഗ് സൗണ്ട് ആണോ? സിംഗ് സൗണ്ട് ഉണ്ട്. സിംഗ് സൗണ്ട് ഇല്ല, നമ്മൾ ഡബ് ചെയ്ത. ഓക്കെ ഓക്കെ. അങ്ങനെ സർ 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 അങ്ങനത്തെ ഡയലോഗ്സ് ഒന്നുമില്ല. ഇറ്റ്സ് വെരി നോർമൽ. ആമെന്ന് പറഞ്ഞത് ഈ നമ്മൾ ഈ പോലീസ് യൂണിഫോം ഇടുമ്പോൾ ഒരു ബോഡിയിലൊരു മാറ്റം വരില്ല, ഒരു ലാംഗ്വേജും ബോഡി ലാംഗ്വേജും, അതെല്ലാം വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ റോന്തിന്റെ ഇന്റർവ്യൂല് റോഷൻ മാത്യു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് യൂണിഫോം ആദ്യമായിട്ടാണ് ഒരു പോലീസ് റോൾ ചെയ്യുന്നത്. പോലീസ് യൂണിഫോം ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ ചേരുന്നില്ല, എനിക്കൊരു സുഖമില്ല. ഓക്കെ, ഞാനിതിന് ആപ്റ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ഡൗട്ടൊക്കെ റോഷന് വന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ക്യൂടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞ അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഫീലിംഗ് വന്നപ്പോ ബാബുല് പറഞ്ഞു ആ ബാബു വേണ്ട, നീ ഇറങ്ങി താഴെ അല്ല നമ്മൾ യൂണിഫോം ഇടുമ്പോൾ യു ഓൾവേസ് ഫീൽ ലൈക്ക് പക്ഷെ അപ്പൊ തന്നെ അവര് പറഞ്ഞത് വേണ്ട, ആ ഫീലിംഗ് വേണ്ട, ബി നോർമൽ. പിന്നെ വേറെ ഒരു കാര്യം, ഇത് ഫസ്റ്റ് ടൈം ഐ എം പ്ലേയിങ് എ വെരി റൂട്ടഡ് സോർട്ട് ഓഫ് എ ക്യാരക്ടർ. ഓൾമോസ്റ്റ് എവറി ടൈം ഇറ്റ് വിൽ ബി സംബഡി ഫ്രം എ ലോക്കൽ ഏരിയ. സോ അതും ഒരു ഫസ്റ്റ് ടൈം ഉള്ള ഒരു ക്യാരക്ടർ. അതേപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത് ഈ കേസിലേക്ക് വേണ്ടിയിട്ടാണ്. അതെ, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. ട്രെയിലറിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. സോ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറായി സ്പോർട്സിൽ താല്പര്യമുള്ള ഒരാൾ വന്ന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ജോയിൻ ചെയ്യുന്നു. നോട്ട് വെരി അംബിഷ്യസ്, വെരി നോർമൽ ബോയ്. ഇങ്ങനെ കേസ് ജയിച്ച് കേസ് സോൾവ് ചെയ്ത് പ്രൊമോഷൻ കിട്ടി, അങ്ങനത്തെ ഒരു മെഡൽ കിട്ടിയത്, അങ്ങനത്തെ ഒന്നും ആംബിഷൻ ഒന്നുമില്ല. ഡെയിലി കേൾക്കുന്ന കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ജോബ്. അതെ, നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് സർപ്രൈസസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഇൻ ടേംസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്, സിനിമാറ്റോഗ്രാഫീസ്, എവറിത്തിങ്. അല്ല, നമ്മുടെ എഡിറ്റർ, നമ്മളെല്ലാ ഇന്റർവ്യൂവിൽ പറയണത് വി ഹാവ് എ നാഷണൽ അവാർഡ് വിന്നിംഗ് എഡിറ്റർ. സോ അത് മ്യൂസിക് ഹിഷാം അബ്ദുൽ വഹാബ്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഐ ഓൺലി സീൻ ഡബിങ്ങിന്റെ എന്റെ പോർഷൻസ് കണ്ടിട്ടുണ്ട്, ചില ഈ ട്രെയിലറും സീൻസ് കണ്ടിട്ടുണ്ട്. സോ യു ഫീൽ ലൈക്ക് യു ഹാവ് ബീൻ പാർട്ട് ഓഫ് എ ഗുഡ് പ്രൊജക്ട്. പ്രൊഡക്റ്റ് എന്ന വാക്ക് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഗുഡ് പ്രൊജക്ട്. നൗ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഓഡിയൻസ് ഹൗ ദേ റിസീവ് ഇറ്റ്. ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? ഓക്കെ, പോലീസ് ഒക്കെ അല്ലേ, റാപ്പിഡ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, എഡിറ്റ് ചെയ്ത് റാപ്പിഡ് ആക്കാല്ലേ, നേരത്തെ നമ്മുടെ സെഗ്മെന്റ് പോലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആക്ടറുടെ പേര് പറയാം, അവരെ വണ്ടർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറോ ഒരു സിനിമയോ പറയണം. ഉർവശി. ഞാനിപ്പോ റീസെന്റ് മൈക്കിൾ മദന കാമറാജാണ്. റാപ്പിഡ് ഫയറിന് വേണ്ടി ഒരു സഡൻലി തോട്ട് വരും. ഐ മീൻ സഡൻലി ഞാൻ ആലോചിച്ചപ്പോ ഇതാണ്. സ്ക്രീൻ സ്പേസ് ആളുടെ കൂടെ ഷെയർ ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി എനിക്ക് അത്രയും സീൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം ജസ്റ്റ് അമേസ്ഡ് അറ്റ് ബിക്കോസ് ഇപ്പോൾ ഉള്ളൊഴുക്കിലെ എല്ലാ സീൻസിലും പുള്ളിക്കാരി ഇങ്ങനെ ഇമോഷണലി ഹെവി സീൻസ് അല്ലേ.
പക്ഷെ സെറ്റില് ഷീസ് ഓൾവേസ് ജോക്കിംഗ്, ചിരിയും കളിയും. ഇറ്റ്സ് ലൈക്ക് ആൻഡ് ദെൻ സഡൻലി ക്യാമറ ഓൺ ആകുമ്പോൾ ഷീസ് ലൈക്ക് അത് പിടിച്ചു ഇത്രയും ട്രാൻസ്ഫോർമേഷൻ. ബട്ട് കുറേ സിനിമകൾ ഷി മസ്റ്റ് ഹാവ് ഡൺ അറ്റ്ലീസ്റ്റ് 300 ഫിലിംസ്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റിൽ ഫൈൻ ടു ബി ഏബിൾ ടു ഡു ഇറ്റ് ഈവൻ നൗ. സോ ബിക്കോസ് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ സെറ്റിൽ നടത്തുമ്പോൾ നമ്മൾ സ്ക്രീനിൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിയലൈസേഷൻ വരുന്നത്. അത് റിയലൈസ് ചെയ്യിപ്പിച്ച എന്നതാണ്. ഓക്കെ, അടുത്ത ആൾ മോഹൻലാൽ. കിരീടം, ബിക്കോസ് ദാറ്റ്സ് ദ ഫസ്റ്റ് ഫിലിം ഐ സോ ഓഫ് ഹിസ് ആൻഡ് എന്റെ ഉള്ളിൽ ഒരു ആക്ടറെ തോണ്ടി വിളിച്ച ആളാണ്. മമ്മൂക്ക. സോ മെനി ഉണ്ട്, പക്ഷേ യൂണിറ്റ് പിക്ക് വൺ. ആദ്യം കണ്ട സിനിമ ഏതാ? മമ്മൂക്കയുടെ ഫസ്റ്റ് പടം ഞാൻ കണ്ടത് കൂടെ ഇവിടെ. അതിലായിരുന്നു മൈ ഫസ്റ്റ് ടൈം അച്ഛൻ had shown me this film. പക്ഷെ മൈ ഫേവറേറ്റ് പെർഫോമൻസ് വിൽ ബി സംവെയർ തനിയാവർത്തനം, രാജമാണിക്യം. പക്ഷെ ഫസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ വെരി സ്ട്രോങ് മെമ്മറി ഐ ഹാവ് ഓഫ് മമ്മൂക്കാസ് ഫസ്റ്റ് പടം. അത് മമ്മൂക്കോട് പറഞ്ഞോ കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്ത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ മമ്മൂക്ക ഐ ആം ഷുവർ എവരിബഡി കംസ് ആൻഡ് ടെൽസ് ഹിം ദാറ്റ്. പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടം അതിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അതെ, പേടിയില്ലായിരുന്നു. പേടിയില്ല. ഐ ആം ലൈക്ക് ഐ സെഡ് ഐ ആം വെരി ഷൈ. ഞാൻ ഇങ്ങനെയാ പോയി മിണ്ടുക എന്നുള്ളതല്ലേ. പക്ഷെ അത് ആ ഒരു ചവിട്ടോട് കൂടെ റെഡി ആയതൊക്കെ, അത് സെറ്റ് ആയതൊക്കെ. അതൊരു ഭയങ്കര ഡ്രീം കം ട്രൂ മൊമെന്റ് പോലെയായിരുന്നു അല്ലെ. അത് മമ്മൂക്കയുടെ കൂടെ അങ്ങനത്തെ ഒരു സീക്വൻസ്. ഇങ്ങനെ റോഡ് വിളിച്ച് പറഞ്ഞപ്പോൾ വില്ലൻ ഓപ്പോസിറ്റ് മമ്മൂട്ടി. അടുത്ത ആക്ടർ പറയട്ടെ. ശോഭന. മണിച്ചിത്രത്താഴ്. വിടമാട്ടെ. അല്ലേ, എസ്പെഷ്യലി ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ റീ റിലീസ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത്. സോ സം പെർഫോമൻസസ് ലൈക്ക് ദേ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറയില്ലേ. ഫഹദ് ഫാസിൽ. മഹേഷിന്റെ പ്രതികാരം, ട്രാൻസ്. ഐ മീൻ എവറിത്തിങ് ഹി ഡസ്. ഓക്കേ, വെരി ഇൻസ്പയറിംഗ് ആക്ടർ. നമ്മുടെ മറ്റേ ചാപ്പാക്കുരിശൊക്കെ കണ്ടിട്ടുണ്ടോ? അതിലെ ഫഹദിനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ദ ന്യൂ ഫഹദ്, നമ്മുടെ ഈ മഹേഷിന്റെ പ്രതികാരം ആ ഒരു ടൈമിലെ ഫഹദാണോ ഇഷ്ടപ്പെട്ടത്? ഡെഫിനറ്റ്ലി മഹേഷിന്റെ പ്രതികാരം തൊട്ട്. ബിക്കോസ് സഡൻലി യു സോ ഗ്രാഫ് ചേഞ്ച്, ഒരു റീബർത്ത് പോലത്തെ ഒരു കരിയർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ലേ. എസ്പെഷ്യലി ഞാൻ ഈവൻ റീസെന്റ് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു കരിയർ ഷിഫ്റ്റ് ഇല്ലേ. സോ യു ഫീൽ ലൈക്ക് ആക്ടേഴ്സ് ആഫ്റ്റർ മെനി ഇയേഴ്സ് വെൻ ദേ സഡൻലി ഡു ഒരു എന്താ ഒരു റീകാലിബ്രേഷൻ പോലത്തെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ യു ഫീൽ യു ആർ സീയിങ് ദം ഇൻ എ വെരി ഡിഫറെന്റ് ലൈറ്റ്. അത് ഐ ഫീൽ ഒരു ആക്ടറിന് പാടാണ് അത് ചെയ്യാൻ. ടോവിനോ തോമസ്. ടോവിനോസ് ഫേവറേറ്റ് ഗോദ. Tovi in that phase was a very boy next door. Okay. Goda I really like. ഞാൻ ഡിയർ ഫ്രണ്ട് റീസെന്റ് കണ്ടത്. ഞാൻ അന്ന് റിലീസ് ആയപ്പോൾ ഒരു സ്ക്രീനിങ്ങിന് പോയി കണ്ടു. പക്ഷേ പ്രോപ്പർലി ഐ സോ ദ മൂവി ജസ്റ്റ് ലാസ്റ്റ് മന്ത്. ടോവിസ് ഗ്രാഫ് ഇസ് പിന്നെ ARM, ഡെഫിനറ്റ്ലി ARM. നരിവേട്ട കണ്ടോ? നരിവേട്ട കണ്ടിട്ടില്ല. ഓക്കെ. ബട്ട് ഞാൻ ഗോദയും ആക്ച്വലി റീസെന്റ്ലിയാണ് കണ്ടത്. ടോവിനെ ആദ്യം ടോവിയോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ARM-ഉം ഡിയർ ഫ്രണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴാണ് ഗോദ കാണുന്നത്. സോ ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ് വാസ് എ നൈസ് വെരി ഡിഫറെന്റ് ടോവിനോ തോമസ്, വെരി സ്വീറ്റ്. ഓക്കെ, എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഡിയർ ഫ്രണ്ടിൽ. അതെ. ഇനി അടുത്ത ആക്ടർ അർജുൻ രാധാകൃഷ്ണൻ. ചിന്ന കരിയർ 4-5 പടം താൻ പണിയിരിക്കേ. അങ്ങനെയൊന്നും ഞാൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയല്ലേ. അല്ല, സീരിയസ്ലി എനിക്കെല്ലാം ഐ റിയലി ലൈക്ക് എവറിത്തിങ്, ഓൾ ദ ഫിലിംസ് ആൻഡ് ദാറ്റ്. അതിന്റെ വാട്ടെവർ ദ സക്സസ് ഓഫ് ദ ഫിലിം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് ഡിപ്ലോമാറ്റിക് ആൻസർ അല്ല. അതെ, ഐ ജെന്യുവൻലി എൻജോയ്ഡ് വർക്കിംഗ് ഇൻ ഓൾ ദ ഫിലിംസ്. ഇപ്പം ഉള്ളൊരുക്കും ഐഡന്റിറ്റിയും ഐ ഹാഡ് ഓൺലി ഒരു 6-7 ദിവസം വർക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ഹാഡ് ഫൺ. എനിക്ക് മറ്റേ ലൈക്ക് ഫോർ മീ ഗോയിങ് ഓൺ സെറ്റ് ഇസ് എ ഫൺ പ്ലേസ്. സോ അങ്ങനെ ഐ കാൺട്ട് ഫേവറേറ്റ് പടം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നൺ ഓഫ് ദ ഫിലിംസ് ഐ ഹാവ് സാറ്റ് ആൻഡ് സീൻ ദം. ഇപ്പം നമ്മൾ ഈ പ്രൊമോഷന് പോകുമ്പോൾ എല്ലാം നമ്മൾ
സിനിമ കാണുന്നത് വരെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഡിയർ ഫ്രണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടത്. സോ അങ്ങനെ ചിലപ്പോൾ മേ ബി ആഫ്റ്റർ സം ഇയേഴ്സ് കാണുമ്പോൾ ഒരു ഫേവറേറ്റ് ഉണ്ടാകും. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പൊ പൊതുവെ നമ്മൾ മടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നാലും ചില ആൾക്കാരുടെ ചില ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഭയങ്കര കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ട്. അങ്ങനെ അസൂയ തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ? അസൂയ ജലസ് അല്ലേ? ജലസ്. I think because you were talking about Tovino, and I feel his discipline is something that I'm very. I wish I can get that kind of discipline. പുള്ളി നമ്മൾ ഈ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ 30-35 ദിവസം he had only salad and chicken wings or പണിയെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് from close. So even nowadays when I meet him also, his diet is so strict. പുള്ളിയുടെ വർക്കൗട്ടും പുള്ളിക്ക് ആ ട്രെയിനറും ഡയറ്റീഷ്യനും എല്ലാം ഉണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി യു ആർ ഡൂയിങ് ദ ജോബ്. നമ്മുടെ ഇതുപോലെയല്ല. അതെ, അത് വേറെ. ബട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ ഐ ഫീൽ ലൈക്ക് ഈസ് സംതിങ് ദാറ്റ് ഈസ് ക്വൈറ്റ്. എനിക്ക് ഐ വിഷ് ഐ ക്യാൻ ഹാവ് കുറച്ചെങ്കിലും. ഞാൻ പുള്ളിയുടെ ട്രെയിനർ അസ്കർ ഭായ്, പുള്ളി ഞാൻ ഫോളോ ചെയ്യും. ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് ചെയ്തു. ഐ ഗിവ് ഹിം അപ്ഡേറ്റ്സ്. ബട്ട് ഐ ഫീൽ ഐ വിഷ് ഐ ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദ വേ ഹി ഡസ് ഇറ്റ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. അപ്പം എന്തായാലും ആ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടൊരു ആക്ടറിന്റെ ലിസ്റ്റിലേക്ക് നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എന്റർടൈനിങ് അസ്. ഈ ഇൻസ്റ്റഗ്രാമിൽ സ്വന്തം അല്ലെങ്കിൽ യൂട്യൂബിൽ സ്വന്തം വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കാറുണ്ടോ? അതിൽ വരുന്ന കമന്റ് എന്തൊക്കെയാണെന്ന് കാണാറുണ്ടോ? അല്ലേ, മോസ്റ്റ്ലി ഫ്രണ്ട്സ് അല്ലേ കമന്റ് ചെയ്യണം. ആണോ? അതെ, എനിക്ക് അങ്ങനെ there is just sweet messages അങ്ങനെ കാണാറുണ്ട്. ക്രഷ് തോന്നിയ വില്ലൻ സോ അതേപോലുള്ള കമന്റുകളൊക്കെ ഒരുപാട് വരട്ടെ. ആക്ച്വലി ഫണി പാർട്ട് ഇസ് ഞാൻ ആക്ച്വലി ഇത് പട റിലീസ് ആയപ്പോൾ കുറെ ഇങ്ങനെ കോമെന്റ്സ് വന്നിരുന്നു. പക്ഷെ ഈ മലയാളം വായിക്കാറുണ്ട്. സോ ഐ റിമെമ്പർ ഐ യൂസ്ഡ് ടു സെൻഡ് ദോസ് മെസ്സേജസ് ടു മൈ ഫ്രണ്ട്സ് ആൻഡ് കമന്റ്. ഇതെന്താ എഴുതിയിരിക്കുന്നത്, എന്നെ കുറിച്ചാണല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. കേരള ക്രൈം ഫയൽ സീരീസിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, മറക്കാനാവാത്തൊരു പോലീസ് ആവാൻ പറ്റട്ടെ. ഹോപ്പ്ഫുള്ളി ഒരുപാട് നല്ല സിനിമകൾ ഇനിയും കരിയറിന്റെ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ ബെസ്റ്റ് കോസ്റ്റാർസിന്റെ കൂടെ ആവാൻ പറ്റട്ടെ. ഫ്യൂച്ചറിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആക്ടറാണ്. വെൽക്കം. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദി ക്ലബ്. താങ്ക് യു. താങ്ക് യു.